വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ നോക്കുന്ന വിഡ്രോവൽ ഫ്രം പ്രോസിക്യൂഷൻ ആണ്. സെക്ഷൻ 316 ഓഫ് BNSS 2023. ഈ നമ്മുടെ വിഡ്രോവൽ ഫ്രം പ്രോസിക്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെക്ഷൻ 316 ഓഫ് BNSS പ്രകാരം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് കോർട്ടിന്റെ കൺസെന്റ് കിട്ടിയാൽ നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയി ഒരു കേസിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 360 ഓഫ് BNSS പ്രകാരം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് കോർട്ടിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നാകെ അദ്ദേഹത്തിന് ആ കേസിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം, വെൻ ആൻഡ് ഹൗ ക്യാൻ വിഡ്രോവൽ ടേക്ക് പ്ലേസ്. നമുക്ക് എപ്പോഴാണ് വിഡ്രോവൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. വിഡ്രോവൽ എന്ന് പറയുന്നത് പാർഷ്യലും ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ ഒഫൻസിൽ നിന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പാർഷ്യൽ വിഡ്രോവൽ എന്ന് പറയും. എല്ലാ ഒഫൻസുകളിൽ നിന്നും നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിഡ്രോ ആകുകയാണെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് വിഡ്രോവൽ എന്ന് പറയും. ഇപ്പൊ ചാർജസ് ഫ്രെയിം ചെയ്യുന്നതിന് മുന്നേ ആണ് വിഡ്രോവൽ സംഭവിക്കുന്നതെങ്കിൽ ആ ഒഫൻസിൽ കൺസേൺഡ് ആയിട്ടുള്ള അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പൊ ചാർജസ് ഫ്രെയിം ചെയ്തതിന് ശേഷമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് വിഡ്രോ ആകുന്നതെങ്കിൽ ആ ഒഫൻസ് കൺസേൺഡ് ആയിട്ടുള്ള അക്യൂസ്ഡിനെ അക്വിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഈ താഴെ പറഞ്ഞ ഒഫൻസുകളിൽ നിന്നും വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ കോർട്ടിന്റെ കൺസെന്റിന് മുന്നേ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ വേണം. എന്താണ്? ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഒരു കേസിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഒഫൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ കോർട്ടിന്റെ കൺസെന്റ് കിട്ടുന്നതിന് മുന്നേ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ വേണം. ഏതൊക്കെ ഒഫൻസുകളിലാണ് നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ പബ്ലിക് പ്രോസിക്യൂട്ടറിന് വിഡ്രോ ചെയ്യാൻ വേണ്ടി വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒഫൻസ് റിലേറ്റിംഗ് ടു യൂണിയൻ എക്സിക്യൂട്ടീവ് പവർ, offense investigated under any central act, and offense involving central government property, offense committed by a central government employee during or in connection with the official duties. ഇപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകൾ, സെൻട്രൽ ആക്ടിന്റെ കീഴിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു ഒഫൻസ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഒഫൻസ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി കമ്മിറ്റ് ചെയ്ത ഒരു ഒഫൻസ്, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഒരു ഒഫൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒഫൻസുകളിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് വിഡ്രോ ചെയ്യണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് കൺസെന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് വേണ്ടത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ പ്രയർ പെർമിഷൻ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കോർട്ട് ആണെങ്കിൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഡയറക്റ്റ് ചെയ്യണം സെൻട്രൽ ഗവൺമെന്റിന് എന്താണ് പ്രൂഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് വേണ്ടി പ്രൂഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോർട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഡയറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ദ വിക്ടിം, ഒരു കേസിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പേ ആയി നമ്മുടെ വിക്ടിമിന് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് കൊടുത്തിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇത്? ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് നമ്മുടെ വിക്ടിമിന് കൊടുക്കുന്നത്. ഇനി കുറച്ച് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസും കേസ് ലോസും നോക്കാം. സുഭാഷ് ചന്ദ്ര വേഴ്സസ് സ്റ്റേറ്റിന്റെ അകത്ത് പറയും, നമ്മുടെ സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തത് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു പവറാണ് ഒരു പ്രോസിക്യൂഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഈ പവർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. കോർട്ടിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പവർ എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ കോർട്ടിന് കൺസെന്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കോർട്ടായിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് ജസ്റ്റിസ് ആ കൺസെന്റ് മൂലം
പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ കോർട്ടാണെങ്കിൽ കൺസെന്റ് കൊടുക്കത്തുള്ളൂ. ഈ കോർട്ടിന്റെ കൺസെന്റ് ഇവിടെ കൊണ്ടുവന്നത് എന്താണ്? ഇതിനൊരു മിസ്യൂസ് തടയാൻ വേണ്ടിയാണ് ഇവിടെ ഈ കോർട്ടിന്റെ ഒരു കൺസെന്റ് കൊണ്ടുവന്നത് എന്നാണ് സുപ്രീം കോർട്ട് ഈ കേസിന്റെ അകത്ത് ഹെൽഡ് ചെയ്തത്. സ്റ്റേറ്റ് വേഴ്സസ് ടി നാഗേശ്വര റാവു. ഈ കേസിന്റെ അകത്ത് മജിസ്ട്രേറ്റിനാണെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് ഗ്രാന്റ് ചെയ്യാനും റെഫ്യൂസ് ചെയ്യാനുമുള്ള ഡിസ്ക്രിഷൻ ഉണ്ട് എന്നാണ് ഈ കേസിന്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അബ്ദുൽ കരീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. ദ സുപ്രീം കോർട്ട് ക്ലാരിഫൈഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് ദ കോർട്ട് ആണ്. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെയും കോർട്ടിന്റെയും ഡ്യൂട്ടീസ് സുപ്രീം കോർട്ട് ഈ കേസിന്റെ അകത്ത് ക്ലാരിഫൈ ചെയ്തു. Even if the government directs the withdrawal, the prosecutor must independently access the material on record. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് തന്നെ വിഡ്രോവൽ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാൽ കൂടെ ആ കേസസിന്റെ മെറ്റീരിയൽ ഇൻഡിപെൻഡന്റ്ലി ആക്സസ് ചെയ്യണം. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഗുഡ് ഫെയ്ത്തിലും അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിലും ആയിരിക്കും ഈ വിഡ്രോവൽ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ കോർട്ട് വേരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ മൈൻഡ് ഇൻഡിപെൻഡന്റ്ലി അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ വിഡ്രോവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മലാഫെ ഡിസിഷൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ജസ്റ്റിസ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ലോ ആണെങ്കിൽ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടേ ഉള്ളൂ എന്നും ഉറപ്പ് വരുത്തണം. അത്രയും കാര്യങ്ങൾ ഇവിടെ കോർട്ട് വേരിഫൈയും ചെയ്യണം. അപ്പം നമ്മുടെ ഈ കേസിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ടും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ ഒരു വിഡ്രോവൽ ഫ്രം പ്രോസിക്യൂഷൻ നടത്തുമ്പം ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തത്. അപ്പം ഇതിനകത്ത് കീ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കോർട്ടിന്റെ കൺസെന്റ് വളരെയധികം മാൻഡേറ്ററി ആണ്. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എപ്പോഴും ഒരു സെൻട്രൽ ഒരു അട്രാക്ഷൻ ഉള്ള കാര്യമാണ് ഇവിടെ. അതുപോലെ തന്നെ വിക്ടിമിന് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ വിഡ്രോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു പേഴ്സണൽ ഗെയിന് വേണ്ടിയുള്ള ഒരു എസ്കേപ്പ് അല്ല എന്നാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി ലെക്സ് ലെക്ചേഴ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.